ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കളി തുടങ്ങാനേ ഇനി നിമിഷങ്ങളല്ല മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ കരുതിയിട്ടാണ്. നമുക്ക് കളി കഴിഞ്ഞിട്ട് പറയുന്നതിന് നല്ലത് ഇപ്പോൾ പറയുന്നതായിരിക്കും എനിക്ക് തോന്നിയതുകൊണ്ടാണ്. കാരണം കളി കഴിഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലണ്ട് ചെറിയ ടീമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അർജൻറ്റീനനെ ഫൈനലിലേക്ക് കയറ്റാൻ വേണ്ടി ഇവരൊത്തുകളിച്ചു എന്ന് ഒന്നും പറയരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ ഇപ്പോൾ ഒന്ന് കണക്കൂട്ടി വയ്ക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ കളി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളിതിൻ്റെ ചുവട്ടിൽ കമൻ്റായിട്ട് പറഞ്ഞോ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ട് അർജൻറ്റീന മത്സരം നടക്കാൻ പോകുന്നു. നാളെ വെളുപ്പിന് 12:30. ഇന്നിപ്പോൾ രാത്രി തന്നെ അർദ്ധരാത്രിക്ക് ശേഷം 12:30 കളി നടക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് ഇരു ടീമുകളും കൂട്ടിമുട്ടിയത് ലോകകപ്പിൽ തന്നെ 2 ടീമുകൾ മാറ്റിവരച്ചത് 5 പ്രാവശ്യമാണ്. ഈ 5 പ്രാവശ്യം ലോകകപ്പിൽ ഇത് മാറ്റി വരച്ച് കഴിയുമ്പോൾ 3 തവണ ഇംഗ്ലണ്ടും 2 തവണ അർജൻറ്റീനയും ജയിച്ചത്. അതിനകത്ത് ഒരു കളി ഷൂട്ടൗട്ടിലായിരുന്നു ഉണ്ടായത്. അപ്പം അങ്ങനെ ഈ മത്സരങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയത്തക്ക ഇതുള്ള മത്സരങ്ങളാണിത്. കാരണം അതിനകത്ത് 1966 ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും ഏറ്റുമുട്ടി. അതിനുശേഷം 1986 അതൊക്കെ ഞാനൊക്കെ ജനിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അതൊന്നും നമുക്ക് ഞാൻ കളി കാണുന്ന ഒരു പ്രായമല്ല. പക്ഷേ ആ കളിയിലാണ് ഏറ്റവും കൂടുതൽ വിവാദമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. മറ്റേ മറഡോണയുടെ ദൈവത്തിൻ്റെ കൈ ഒന്ന് വിവാദമായിട്ടുള്ള ആ ഗോള് അത് പറഞ്ഞുണ്ടായി. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ആ ഗോളിന് തൊട്ട് പിന്നാലാണ് 5 ഇംഗ്ലീഷ് ഡിഫൻഡർമാരെ പുള്ളി വെട്ടിച്ച് നേടിയ നൂറ്റാണ്ടിൻ്റെ ഗോളെന്ന് ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ഗോളും. അപ്പോൾ ആ കളി അത്രയ്ക്ക് പേരുകേട്ട കളിയായിരുന്നു. പിന്നെ അതിനുശേഷം 1998 പ്രീ ക്വാർട്ടറിൽ അർജൻറ്റീനയും ഇംഗ്ലണ്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അത് ഷൂട്ടൗട്ടിൽ മറ്റേ ഇംഗ്ലണ്ട് ജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കളികളാണ് ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലുള്ള നടന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതലും മുൻതൂക്കം ഇംഗ്ലണ്ടിനെന്ന് പറയാം. അപ്പോൾ ഈ കളി ഇംഗ്ലണ്ടിന് മുൻതൂക്കം ഇല്ലാതെ അർജൻറ്റീന നേടും എന്നുള്ളതാണ്. കാരണം ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഇപ്പോൾ ഇന്നത്തെ കളിക്കാരൊക്കെ ഓരോരുത്തർ അവരുടെ ഓരോ ടോക്ക് അല്ലെങ്കിൽ അവർ എന്താ ചെയ്യാൻ പോണെന്നൊക്കെ ഇത് ചെയ്യുമല്ലോ. അപ്പോൾ അവരത് പറഞ്ഞേക്കണത് അങ്ങനെയാണ്. ജീവൻ കൊടുത്തും ഈ കളിയെ നേടുമെന്നാണ് പറഞ്ഞേക്കണം ഓരോരുത്തരും. അപ്പോൾ ഈ കളി വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ തന്നെ പറയണമെന്നാണ് ഞാൻ പറയണത്. കാരണം കളി കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെയാണ് ഇതും കൊണ്ടാണെന്നൊന്നും പറയരുത്. അപ്പോൾ എല്ലാവരും നല്ലൊരു കളി എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല രീതിയിലുള്ള അർജൻറ്റീനയുടെ കളി, അർജൻറ്റീന ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണേ. അർജൻറ്റീനയുടെ ആരാധനയാണല്ലോ ഞാൻ. അത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് നല്ലൊരു കളി കാണാം. അർജൻറ്റീന ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയിപ്പോൾ ലെക്കാണ്, നമുക്ക് ഇതിനകത്തൊക്കെ കുറച്ച് ലെക്കൊക്കെ ഉണ്ട്. കളീനെ പറ്റി നോക്കണ്ട, സ്കലോണിയുടെ പുതിയ തന്ത്രങ്ങൾ ഇറങ്ങും. അത് എല്ലാവർക്കും നല്ലൊരു കളി. നമ്മൾ കേപ്പ് വെറുതെ ആയിട്ടും ഈജിപ്റ്റായിട്ടൊക്കെ കണ്ട കളിയില്ലേ, അതുപോലെ കളികൾ കാണാൻ എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു. പറയാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ വരും. കളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി വരും. ഓക്കെ.